പണ്ടൊരിക്കൽ ഗംഗാതീരത്തെ മനോഹരമായ വനത്തിൽ ഗണപതി ഭഗവാൻ കഠിനമായ തപസ്സിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ധർമ്മരാജാവിന്റെ പുത്രിയായ തുളസീദേവി തീർത്ഥാടനത്തിനായി അവിടെ എത്തിയത്. ഭഗവാന്റെ തേജസ്സിൽ അവൾ ആകൃഷ്ടയായി. ധ്യാനനിരതനായ ഗണപതിയെ കണ്ടപ്പോൾ തുളസിയുടെ മനസ്സിൽ അദ്ദേഹത്തെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ശക്തമായി. അവൾ ഭഗവാന്റെ ധ്യാനം ഭംഗിപ്പിച്ചുകൊണ്ട് തന്റെ വിവാഹാഭ്യർത്ഥന അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. എന്നാൽ താനൊരു ബ്രഹ്മചാരിയാണെന്നും വിവാഹത്തിൽ താൽപ്പര്യമില്ലെന്നും പറഞ്ഞ് ഭഗവാൻ ആ അഭ്യർത്ഥന സ്നേഹപൂർവ്വം നിരസിച്ചു. തിരസ്കാരം സഹിക്കവയ്യാരെ കോപിഷ്ഠയായ തുളസി ഗണപതി വൈകാതെ തന്നെ വിവാഹിതനാകട്ടെ എന്ന് അദ്ദേഹത്തെ ശപിച്ചു. തിരിച്ച് ഗണപതിയും അവളെ ശപിച്ച്, നീ ഒരു അസുരനെ വിവാഹം കഴിക്കേണ്ടി വരും, പിന്നീട് ഒരു ചെടിയായി മാറുകയും ചെയ്യും. തന്റെ തെറ്റ് മനസ്സിലാക്കിയ തുളസി ഭഗവാനോട് മാപ്പിരന്നു. പശ്ചാത്താപം കണ്ട ഭഗവാന്റെ മനസ്സ് അലിഞ്ഞു. ഭഗവാൻ പറഞ്ഞു, നീ ചെടിയായി മാറിയാലും വിഷ്ണുവിന് പ്രിയപ്പെട്ടവളാകും. സകല പുണ്യകർമ്മങ്ങളിലും നിനക്ക് സ്ഥാനമുണ്ടാകും. പക്ഷേ എന്റെ പൂജകളിൽ മാത്രം നിന്നെ ഉപയോഗിക്കില്ല. ഇന്നും ഗണപതി പൂജയിൽ തുളസി ഒഴിവാക്കപ്പെടുന്നത് ഈ ശാപം മൂലമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ എന്റെ ഭക്തന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.